സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടി, ഇതിപ്പോൾ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു. കേന്ദ്രത്തിൽ നമ്മൾ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് L3 കാറ്റഗറിയിലുള്ള അതിതീവ്ര ദുരന്തമായി ഇത് പ്രഖ്യാപിക്കണമെന്നാണ്. കേന്ദ്ര സംഘം എത്തിപ്പോയി, ഇതുവരെ ആ പ്രഖ്യാപനമൊന്നും വന്നില്ല. ധനസഹായത്തിന് കേരള സർക്കാർ മെമ്മോറാണ്ടം കൊടുക്കണം. ആ മെമ്മോറാണ്ടം ഇതുവരെയും കൊടുത്തിട്ടില്ല. ഞാൻ അല്പസമയം മുമ്പ് ചീഫ് സെക്രട്ടറിയുമായി സംസാരിച്ചിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രമാണ്, ഒരാഴ്ച എടുക്കും ഏകദേശം ആ മെമ്മോറാണ്ടം പൂർണ്ണമായി തോതിൽ ശരിയാക്കി വരാൻ. കാരണം വിശാലമായൊരു മെമ്മോറാണ്ടമാണ് തയ്യാറാക്കുന്നത്, ഒട്ടും കുറവ് വരാത്ത രീതിയിൽ. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ അത് കൊടുക്കും. പക്ഷേ ഈ ദുരന്തം ഒരു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നുള്ളത് ഈ ഘട്ടത്തിൽ അനിവാര്യമാണല്ലോ. അതിനെയും കേന്ദ്രം ചെയ്തിട്ടില്ല എന്നൊരു വിമർശനം ഉയർന്നു വരുന്നുണ്ട്. അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒന്ന്, ഇവിടെ മുണ്ടകയിലും ചൂരൽമലയും ഈ പ്രദേശത്തുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ അത് ഒരു നാഷണൽ കലാമിറ്റി ഓഫ് എ സിവിയർ നേച്ചറാണ്, L3 എന്നുള്ള കാറ്റഗറി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ജില്ലാ ഭരണകൂടത്തിന് സ്വയം ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മീറ്റിഗേറ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കില്ല. ജില്ലാ ഭരണകൂടത്തിനും സംസ്ഥാന സർക്കാരിനും ഒന്നിച്ച് മുന്നോട്ട് പോയാലും ഇതിൻ്റെ ദുരന്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ആളുകളുടെ എല്ലാതല റീഹാബിലിറ്റേഷൻ, പുനരധിവാസം സാധ്യമാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വളരെ ഗൗരവമായിട്ടുള്ള ഇടപെടൽ ആവശ്യമുള്ളതായിരിക്കുന്ന നാച്ചുറൽ കലാമിറ്റിയാണ് L3യിൽ വരുന്നതായിരിക്കുന്ന കലാമിറ്റി ഓഫ് ദ സിവിയർ നേച്ചർ എന്നുള്ളത്. ആ കലാമിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ സമർപ്പിക്കുന്ന, പ്രധാനമന്ത്രി വന്നു, അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചു, അദ്ദേഹം എല്ലാവരുമായി ഇൻട്രാക്ട് ചെയ്തു. അവസാനം പ്രധാനമന്ത്രി പങ്കെടുത്ത മീറ്റിങ്ങിൽ ഞാനും പങ്കെടുത്തിരുന്നു. പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം ഇതിൻ്റെ വിക്ടിംസുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെതായിരിക്കുന്ന ആഘാതങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വലിയ രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. അവിടെ അഗ്രികൾച്ചർ നശിച്ചത്, മനുഷ്യ സമ്പത്തിന് വന്ന നഷ്ടം, അവിടെ വീടുകൾക്ക് വന്നതായിരിക്കുന്ന നഷ്ടം, അവിടെ റോഡുകൾക്ക് വന്ന നഷ്ടം, അവിടെ ബ്രിഡ്ജസിന് വന്ന നഷ്ടം, അവിടെ ഇറിഗേഷന് വന്നതായിരിക്കുന്ന നഷ്ടം, അവിടെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വന്ന നഷ്ടം, അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വന്ന നഷ്ടം, അവിടെ ലൈവ്ലിഹുഡുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന നഷ്ടം, ജീവനോപാധിപരമായ നഷ്ടങ്ങൾ, അവിടെയുള്ള എല്ലാ തൊഴിലാളികളുടെയും ജീവനോപാധികൾ നഷ്ടപ്പെട്ടു. അങ്ങനെ തുടങ്ങി ഒരു സമഗ്ര തലത്തിലുള്ളതായിരിക്കുന്ന നഷ്ടത്തിൻ്റെ വ്യാപ്തി വളരെ കൂടുതലാണ്. കൂടുതലുള്ള വ്യാപ്തിയുടെ കണക്ക് സമഗ്ര തലത്തിൽ കൊടുത്ത് മെമ്മോറാണ്ടമായി രേഖപ്പെടുത്തി കൊടുക്കണം. അതിൽ പഴുതുണ്ടായാൽ, ആ മെമ്മോറാണ്ടത്തിൽ പഴുതുണ്ടായാൽ തിരസ്കരണത്തിന് അത് മതി. ആ മെമ്മോറാണ്ടം വളരെ വ്യക്തതയോടുകൂടി തിരസ്കരിക്കാൻ കഴിയാത്ത രീതിയിൽ ആധികാരികമായി കൊടുക്കണം. പ്രാഥമിക കണക്ക് 1200 കോടിയാണ്. എൻ്റെ അനുമാനം 1200 കോടിയിൽ പരം രൂപയുടെ ഒരു വലിയ നാശനഷ്ടത്തിൻ്റെ കണക്കാണ് ആ ഭാഗത്ത് ദൈനംദിനം ബന്ധപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ആ തരത്തിൽ അതിൻ്റെ റിപ്പോർട്ട് എല്ലാ സത്യസന്ധമായിട്ടുള്ള കണക്ക് രേഖപ്പെടുത്തി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പാർലമെൻറ്റിൽ 2-3 തവണ റേസ് ചെയ്യപ്പെട്ട ഇഷ്യൂ ആണ്, പ്രധാനമന്ത്രി വന്ന ഇഷ്യൂ ആണ്. ഇനി അതിൽ നിന്ന് ഒഴിയാൻ ഒന്നും ആർക്കും സാധിക്കില്ല. പ്രധാനമന്ത്രിയുടെ സമീപനവും പോസിറ്റീവ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ശ്രീ പി